നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചു. ജൻസി കലാപം രൂക്ഷമായതിനെ തുടർന്നാണ് രാജി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നേപ്പാളിൽ അതിശക്തമായ യുവജന പ്രക്ഷോഭമാണ് ഉയർന്നു വന്നത്. അഴിമതിക്കെതിരെ, അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെയുള്ള വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നു. നിരോധിക്കപ്പെട്ട സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പുനഃസ്ഥാപിച്ചുവെങ്കിലും യുവജനങ്ങളുടെ പ്രതിഷേധം അടങ്ങിയില്ല. നേരത്തെ 20 പേരാണ് ഈ കലാപങ്ങളിൽ പോലീസ് വെടിവയ്പ്പിൽ കൊല ചെയ്യപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ രാജി വെച്ചിരിക്കുന്നത്. നേരത്തെ നിരവധി മന്ത്രിമാരും രാജിവെച്ചിരുന്നു. പ്രതിഷേധം വീണ്ടും ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നത്. കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് നേപ്പാളിൽ അധികാരത്തിൽ ഉള്ളത്. ഇപ്പോൾ രേണുക ചേരുകയാണ്. രേണുക, പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുന്നു. നേരത്തെ ഏതാനും മന്ത്രിമാരും രാജിവെച്ചിരിക്കുന്നു. യുവജന പ്രക്ഷോഭം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കും ഇനിയുള്ള നേപ്പാളിൻ്റെ സാഹചര്യം? പ്രധാനമന്ത്രി രാജിവെക്കാനുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഷമ്മി, നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നേപ്പാൾ പ്രക്ഷുബ്ധമായിരുന്നു. ജെൻസി എന്ന് പറയപ്പെടുന്ന 26 വയസ്സിന് മുകളിലുള്ള യുവതിയുവാക്കളുടെ വലിയ പ്രതിഷേധങ്ങൾ നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ, ഫേസ്ബുക്ക് അടക്കമുള്ള, ട്വിറ്റർ അടക്കമുള്ള 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നേപ്പാളിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ആ നിരോധനത്തിനെതിരായിട്ട് നടന്നിട്ടുള്ള ജൻസി പ്രതിഷേധങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. സംഘർഷത്തിൽ 19ഓളം വരുന്ന ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ നേപ്പാളിൻ്റെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചിരുന്നു. ഇന്ന് ഈ സമയമാകുമ്പോൾ നേപ്പാളിലെ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞിരിക്കുകയാണ്. നേപ്പാളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിലെ പാർലമെൻറ്റിന് തീയിടുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ തന്നെ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ അക്രമാസക്തമാകുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യം ഇന്നലെ പ്രധാനമന്ത്രി ജൻസികളോട് മുന്നോട്ട് വച്ചിരുന്നു. ഇന്നലെ ഏർപ്പെടുത്തിയിരുന്ന നിരോധനാജ്ഞ നേപ്പാളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പക്ഷേ വീണ്ടും ജൻസികളുടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെ നേപ്പാളിലെ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിക്ക് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നിട്ടുള്ളത്. ഷമ്മി.